കിട്ടൂല. വിചിത്രമായ ചികിത്സ രീതി. ഫീക്കൽ ട്രാൻസ്പ്ലാന്റ്. ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മലം മാറ്റിവെക്കൽ. മലയല്ല, ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് പുതിയ ചികിത്സാ രീതിയാണ്. സൂപ്പർ പൂ എന്ന് പറഞ്ഞാൽ പൂവിന് സ്റ്റൂള്, മനസ്സിലായില്ല? അതായത് മലം സൂപ്പർ പൂ, അതായത് വലിയ ബഹുമാനപ്പെട്ട വിലപിടിപ്പുള്ള മലം മാറ്റിവെക്കൽ. അതായത് യൂറോപ്പിലും അമേരിക്കയിലുമുള്ള മില്യൂണർമാർക്ക് മാറ്റിവെക്കാം മലം ചികിത്സ രീതി. അതായത് ടാൻസാനിയയിലും മറ്റുമൊക്കെയുള്ള ഇപ്പോൾ പുതിയ ചികിത്സാ രീതിയാണ്. വലിയ മില്യൂണർമാർക്കേ നടക്കും, കോടിക്കണക്കിന് പൈസ ചെലവ്. മില്യൂണർമാരുടെ ഒരു ചികിത്സാ രീതിയാണ് എന്താണെന്നറിയോ? ടാൻസാനിയയിലും മറ്റുമൊക്കെയുള്ള കാട്ടിൽ വസിക്കുന്ന പ്രാകൃത ട്രൈബ്സിൽപ്പെട്ട ആളുകളുടെ മലം അവർ വയറ്റിന്ന് പോയ ഉടനെ ചൂടാക്കി എടുത്തിട്ട് ചൂടാറാതെ പാത്രത്തിലാക്കി യൂറോപ്പിലേക്ക് കയറ്റുക എന്ന്. മനസ്സിലായില്ല? എന്നിട്ട് യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് അത് എന്ത് ചെയ്യാന്നറിയോ? എന്തോ വെള്ളത്തിലോ മറ്റേ നമ്മളെ ഈ ഇതുണ്ടല്ലോ കയറ്റി, എന്താ പറയാ അതിന്, ഗ്ലൂക്കോസിലേക്ക് കൂട്ടിയിട്ട് ആമാശയത്തിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ എന്താ പ്രശ്നം? പരിഷ്കൃത ജനതയുടെ ആമാശയത്തിൽ ആവശ്യമായ അത്രയുള്ള അണുക്കൾ ഇല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇംഗ്ലീഷ് ഗുളിക കുടിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിഷ്കൃത ഭക്ഷണം കഴിക്കാത്ത ട്രൈബ്സ്, അവർ കാട്ടുകിഴങ്ങുകൾ കഴിക്കുക, അതേപോലെ തന്നെ വേട്ടയാടുക, ഹണ്ടിങ്, ഇങ്ങനെ മാത്രമാണ് അവർ കഴിക്കുന്നത്. ഇവരുടെ ആ കാഷ്ടം, ഈ കാഷ്ടം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? എന്താ ഇഷ്ടന്മാരെ പിരിക്കണം, ചൂടോടുകൂടെ എന്ത് ചെയ്യാം? അതാണ്. എന്നിട്ട് യൂറോപ്പിലേക്ക് ചൂടോടുകൂടി അതിന് ചൂട് നിലനിർത്തിയിട്ട് വിമാനത്തിൽ കൊണ്ടുപോകാൻ, ചാർട്ടർ വിമാനങ്ങൾ കൊണ്ടുപോകാൻ. അവിടെ എത്തുമ്പോഴത്തെ ചൂടാറാൻ പാടില്ല. അത് ചൂടാറിക്കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ സത്തുവും. ഇത് ഗാർഡിയൻ റിപ്പോർട്ടപ്പം ഞാൻ വായിച്ചത്. സൂപ്പർ പൂ നല്ല കാഷ്ടം. സൂപ്പർ ഗുണമല്ല. The emerging science of stool transplants and designer gut bacteria. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത് എന്ത് ചെയ്യാന്നറിയോ? എന്നിട്ട് മില്യൂണർ വയറ്റിലേക്ക്, ഈ മില്യൂണർ ആധുനിക ഭക്ഷണം കഴിച്ചുകൊണ്ട്, കേട്ടോളൂ, തിന്നോളി, നല്ലോണം മറ്റേത് തിന്നാളി, എന്താ പറയാ, മന്തിയും കടൽ മന്തിയും കുഴിമന്തിയും കബർ മന്തിയും ഒക്കെ തിന്നോളി. നിങ്ങൾ തിന്നതിനനുസരിച്ച് എന്ത് ചത്തു നമ്മളെ ഉള്ളിൽ. പരമാവധി ഇംഗ്ലീഷ് ഗുളികയും കുടിച്ചോളി. പരമാവധി ഈ മന്തി തിന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കാഷ്ടത്തിനുണ്ട് വേണടോ ഒരു അടിസ്ഥാന ക്വാളിറ്റി. ആ ക്വാളിറ്റി കാഷ്ടത്തിന് ഇല്ലാതെയാവും. പിന്നെ എവിടുന്ന് കൊണ്ടുവരാം? ടാൻസാനിയയിലും മറ്റുമുള്ള പ്രാകൃത ട്രൈബ്സിന്റെ അവരെ തുണി തന്നെ ഉടുക്കൂല. ആജാതി കണ്ട ജീവിതത്തിൽ കുളിച്ചിട്ടുണ്ടാവില്ല, ജീവിതത്തിൽ ജനാപത്ത് കുളിച്ചിട്ടുണ്ടാവില്ല, ജനാപത്ത് അല്ലാതെ കുളിച്ചിട്ടുണ്ടാവില്ല. ആജാതി ഇവരുടെ കാഷ്ടം മലപ്പുറം ഭാഷയെ പറഞ്ഞ തീട്ടം കൊണ്ടുവന്ന് ഭാഷ തന്നെയല്ലേ ഇത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാ? നേരെ ഗ്ലൂക്കോസിൽ കയറ്റുക വയറ്റിലേക്ക്. എന്നിട്ട് അത് വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആരോഗ്യം നിലനിർത്താൻ കഴിയും. നോക്ക് നിങ്ങൾ, മോഡേണിറ്റി തോറ്റത്. മോഡേണിറ്റിക്ക് മര്യാദക്കൊരു തീട്ടം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത്രയും ദുർബലമാണ് മോഡേണിറ്റി. എത്ര റിപ്പോർട്ടാണെന്നറിയോ? എത്ര ഗാർഡിയൻ റിപ്പോർട്ട്, എത്ര ഞാൻ വായിക്കണില്ല. ഞാൻ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ ജാതി വൃത്തിയോടൊന്നും അവിടെ എത്രയാണ്, എത്രയോ മെഡ്ലൈൻ പ്ലസിന്റെ എത്ര പോപ്പുലർ സയൻസിന്റെ എത്രയോ സയന്റിസ്റ്റ് ഗിവ്സ് ഹിംസെൽഫ് ഫേക്കൽ ട്രാൻസ്പ്ലാന്റ് ടു ട്രൈ എ ഹണ്ടർ എന്ന് പറഞ്ഞ് വിശദമായി പോപ്പുലർ സയൻസിന്റെ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. ഇങ്ങനെ എല്ലാ മീഡിയാസും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഈ ട്രൈബ്സ് പറഞ്ഞാൽ ഒന്നും മര്യാദയ്ക്ക് തുണി കൊടുക്കാത്ത ഈ പ്രാകൃത ട്രൈബ്സ്, അതായത് മോഡേണിറ്റി തോറ്റു. ആരുടെ മുന്നിൽ തോറ്റു? അടിസ്ഥാന മനുഷ്യന്റെ മുന്നിൽ തോറ്റു. അതായത്
പഴയകാല യഥാർത്ഥ മനുഷ്യന്റെ വയറ്റിലുള്ള കാഷ്ടം പോലും ആരെ മുന്നിലില്ല. മോഡേണിറ്റിക്ക് അത് മരുന്ന, മനസ്സിലായില്ല? അല്ല, സത്യം പറഞ്ഞാൽ ഒരു 100-150 കൊല്ലം മുമ്പ് മരിച്ചവരുടെ കുറച്ച് കാഷ്ടം കിട്ടുകയാണെങ്കിലും നമ്മളെ ഇപ്പോഴത്തെ ഷുഗറും പ്രഷറും ഒക്കെ മാറും. ശാസ്ത്രം കണ്ടുപിടിച്ചു. ഈ വിഷയത്തിൽ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ മില്യണർമാർ ചെയ്യുന്നുണ്ട്. എന്താ വിചാരിക്കുന്നത് മോഡേണിറ്റിയുടെ തോൽവി? അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും നിങ്ങൾ മോഡേണിറ്റിയെ തടുക്കണം, മോഡേണിറ്റി കയറി വരാതെ സൂക്ഷിക്കണം. നിങ്ങൾ ചെരുപ്പിന് ചെരുപ്പൊപ്പിക്കാൻ ശ്രമിക്കും, അന്ന് നിങ്ങൾ നശിക്കും. നിങ്ങൾക്ക് കോടിക്കണക്കിന് പൈസ കിട്ടുന്ന കാലത്ത് നിങ്ങൾ നശിച്ചു പോകും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് നമുക്ക് കോടിയുടെ നമ്പർ കൂടുന്നതിനനുസരിച്ച് നമ്മൾ നേടി എന്നാ പറയാം. പൊട്ടാ, നമ്മൾ നശിക്കുകയാണ്. നമ്മളിപ്പോൾ പറയാണ് നമുക്ക് ഇത്ര കോടി കിട്ടി, എത്ര കോടി കിട്ടിയോ, എടാ കോടിക്കനുസരിച്ച് ജില്ലാതാകാണ്. നിങ്ങൾക്ക് ദാരിദ്ര്യമുള്ള കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളുടെ മേൽ ഒരു ഭയവുമില്ല. നിങ്ങൾ പച്ച മനുഷ്യരായി ജീവിക്കും. നിങ്ങൾക്ക് ദുനിയാവിൻ്റെ സൗകര്യങ്ങളും പണങ്ങളും തുറന്നു കിട്ടിയാൽ അന്നായിരിക്കും നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും ഭയപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ. വിജിഗീഷുവായി വിജയശ്രീലാളിതനായ മനുഷ്യൻ ജീവിതാവസാനം വരെ മുത്തവാസിലൽ അഹ്സാൻ, ദുഃഖം തളം കെട്ടി നിന്ന ഒരു മുഖമായിരുന്നത്രേ നബിയുടേത്. ഒരാൾക്ക് മുന്നിൽ ചിരിക്കും, പക്ഷേ സ്വാഭാവികമായി നബി ഇരിക്കുമ്പോൾ ദുഃഖം എന്തോ ഉള്ളതുപോലെയാണ്. അന്ന് നബി ബദറിലും ഉഹദിലും ഖന്തക്കിലും ഹുനൈനിലും ഒക്കെ ജയിച്ച് മക്ക ഫതഹ് നേടി റഅയ്തന്നാസ യദ്ഖുലൂന, അക്കാലത്താണ് മുത്തവാസിൽ അഹ്സാൻ. എപ്പോഴും ഒരു ദുഃഖം ആണ് ആ മുഖത്ത്. ഒരാൾ വരുമ്പോൾ ചിരിക്കും, പക്ഷെ പൊതുവെ നബിയെ നോക്കിയാൽ നബിയുടെ മുഖത്ത് എന്താ ഈ ദുഃഖത്തിന് കാരണം? ആ ദുഃഖത്തിൻ്റെ കാരണം നീയാണ്, ആ ദുഃഖത്തിൻ്റെ കാരണം ഞാനാണ്. കാരണം ലോകാവസാന ദിവസം വരെ എൻ്റെ സമുദായത്തിൽ എന്ത് നടക്കും എന്നറിയുന്ന മനുഷ്യനാണ് മുഹമ്മദ്. അതാ ദുഃഖം. എനിക്ക് ശേഷം ഈ ജനത തകർന്നു പോകുമല്ലോ, ഈ ജനത യൂറോപ്പിനെ സ്വീകരിച്ച് നശിച്ചു പോകുമല്ലോ എന്ന് പേടിയാണ് ആർക്ക്? അതാ റസൂലാക്ക്. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നാം അവരെ സ്വീകരിച്ചു കഴിഞ്ഞു. അവർ ജയിച്ചു. ദി റൈസ് ഓഫ് ദി വെസ്റ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ നീട്ടുന്നില്ല. എല്ലാ നിലയിലും മുസ്ലിം ലോകം ഇന്ന് വീണു. പിശാചിന്റെ മുന്നിൽ മുസ്ലിം ലോകം വീണു. ഇസ്ലാമിൻ്റെ മുഖക്കണ്ണാടിയാണല്ലോ മലബാറിൽ ഹലോവിൻ്റെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹലോവിൻ്റെ നടന്നത് സൗദിയിലാണ്, UAE-യിലാണ്. എന്തുകൊണ്ട്? യൂറോപ്യൻ പിശാചിനെ അവർ സ്വീകരിച്ചു കഴിഞ്ഞു. അതന്നെ റസൂലുള്ളാഹിന്റെ ദുഃഖം. ആ സ്വഭാവം ഉണ്ടായി. ആ സ്വഭാവം ഞങ്ങൾ ജയിക്കണം എന്നല്ലാതെ ഒന്നുമില്ല. ഇന്ന് മുസ്ലിങ്ങൾ ഒരു നിലക്ക് മുസ്ലിം ഭരണാധികാരികൾ എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽസ്.